ദൈവനാമ മഹത്വത്തിനായി ഈ ശുശ്രൂഷ സമർപ്പിക്കുന്നത് മാത്യൂസ് വർഗീസ് ജൂനിയർ, അൻസു വർഗീസ്, മാത്യൂസ് വർഗീസ് തേർഡ് ആൻഡ് മൈക്കിൾ വർഗീസ് USA. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്വപിതാവാം ദൈവമേ, ഈ രാത്രിക്കായിട്ട് അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങൾക്ക് വീണ്ടും അവിടുത്തെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം അവിടുന്ന് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ മുഖാന്തരങ്ങൾക്കായിട്ട് നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എപ്പുറപ്പെട്ടവരെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. നീ അവർക്ക് കാവലും കോട്ടയമായി കെടുതിയുടെ നടുവിൽ വഴി നടത്തുന്ന കൃപക്കായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങളെ തന്നെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങനോട് ഹൃദ്യമായിട്ട് സംസാരിക്കുക, നിൻ്റെ തിരുനാമോത്തപ്പെടുവാൻ ഈ ശുശ്രൂഷയിലൂടെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെയും അങ്ങയിലെ കൊണ്ട് ശുശ്രൂഷിപ്പാൻ സഹായിക്കണമേ. ഇതിൽ പങ്കെടുക്കുന്ന ലോകത്തിലെ നാനാ രാജ്യങ്ങളിലുള്ള എല്ലാ സഹോദരങ്ങൾക്കും വ്യക്തമായി കാണുവാനും കേൾക്കുവാനും മനസ്സിലാക്കുവാനുള്ള അവിടുത്തെ വലിയ കൃപ നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വതും അവിടുത്തെ നാമത്തിൻ്റെ മഹത്വത്തിനായി തീരുവാൻ ഇടയാക്കി അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശുനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാണമേ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, കോവിഡിൻ്റെ കെടുതിയിലൂടെ നാം ഇപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോക്ക്ഡൗൺ എന്ന നാമധേയം മാറ്റിയിട്ടുണ്ടെങ്കിലും നമുക്ക് ആരാധനകൾ നടത്തുവാൻ തക്കവണ്ണം പരസ്യാരാധനയും കൂട്ടാരാധനയും നടത്തുവാനുള്ള പരിപൂർണമായിട്ടുള്ള സ്വാതന്ത്ര്യം ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ദേവാലയങ്ങൾ ആഴ്ചകളായിട്ട് അല്ല മാസങ്ങളായിട്ട് അടച്ചു കിടന്ന അല്ലെങ്കിൽ അടയ്ക്കപ്പെട്ടിരുന്ന ഒരു വലിയ അനുഭവത്തിലൂടെയാണ് മാനവ സമൂഹം കഴിഞ്ഞ 1.5 വർഷക്കാലം മുൻപോട്ട് പോയത്. മതഭേദമന്യേ ദൈവാരാധന മുടങ്ങിയപ്പോൾ ഭൂമിയിൽ നിന്ന് മനുഷ്യൻ്റെ ദൈവത്തോടുള്ള നിലവിളി നിശ്ചലമായി. ഭൂമിയുടെ അധിപതിയായ പിശാച് ആവോളം മാനവ സമൂഹത്തെ നശിപ്പിക്കുവാനുള്ള അവൻ്റെ പ്രവണത വർദ്ധിപ്പിച്ചു. ദൈവത്തോട് നിലവിളിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കരുണയും കൃപയും മനുഷ്യരുടെ മേൽ ചൊരിഞ്ഞവരെ രക്ഷിക്കുന്നത്. അപ്പോൾ ഭൂമിയിലെ എല്ലാ ദേവാലയങ്ങളും മതഭേദമില്ലാതെ അടയ്ക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ ദൈവമേ എന്നൊരു നിലവിളി ഒരുമിച്ച് സ്വർഗത്തിലേക്ക് എത്തുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഈ കഴിഞ്ഞ ആഴ്ചകളിലുണ്ടായ നമ്മുടെ ലോക്ക്ഡൗണും ട്രിപ്പിൾ ലോക്ക്ഡൗണും ഒക്കെ വീണ്ടും അതിനെ കുറച്ചുകൂടെ അരക്കിട്ട് ഉറപ്പിച്ചു. ലോക്ക്ഡൗൺ പിൻവലിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും പൂർണ്ണമായ ആരാധനാ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് അവസരങ്ങൾ നൽകുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കോവിഡ് കെടുതിയെ പിടിച്ചു നിർത്തുവാൻ കഴിയണമെങ്കിൽ ദൈവകൃപ ആവശ്യമുണ്ട്. വാക്സിൻസിൻ്റേതായിട്ടുള്ള അഭാവം പിന്നെയും പിന്നെയും ഭയം സൃഷ്ടിക്കുകയാണ്. കോവിഡിൻ്റെ 3ാം തരംഗം ഉണ്ടാകുമ്പോൾ അതിനെ നേരിടുവാൻ കഴിയണമെങ്കിൽ വാക്സിൻസ് ജനങ്ങൾക്ക് ലഭിച്ചേ മതിയാവും. അതിൻ്റേതായിട്ടുള്ള അഭാവം വളരെ പ്രയാസം സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് വാക്സിൻസ് ലഭ്യമാകുവാനും അതിവേഗം അത് എല്ലാവർക്കും കൊടുത്ത് സുരക്ഷിത വലയം സൃഷ്ടിക്കുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്യുന്നതിനാണ് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ആവശ്യമായ മരുന്നുകൾ ലഭ്യമാകുന്നതിനായിട്ട് പ്രാർത്ഥിക്കാം. ഇതൊരു പകർച്ചവ്യാധിയാണ്. സാധാരണഗതിയിൽ മരുന്നുകൾ ഉണ്ടാക്കുന്നതിന് അളവുകളുണ്ട്. എന്നാൽ ഇപ്രകാരം ഒരു പ്രത്യേകമായ പകർച്ചവ്യാധി വളരുമ്പോൾ ആ തലങ്ങളിൽ പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള മരുന്നുകൾ പെട്ടെന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് തന്നെ വളരെ പ്രയാസമേറിയ കാര്യമാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ജനകോടികൾക്കാണ് ഇതുണ്ടാകേണ്ടത്. ദൈവം അവിടെയൊക്കെ പ്രവർത്തിക്കുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എത്രയും വേഗം ഈ കെടുതിക്കൊരു അറുതി വരുത്തുവാൻ ദൈവം കൃപ ചെയ്യുന്നതിനായിട്ട് നമുക്ക് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാം. തൻ്റെ ജനം ഭൂമിയിൽ നിന്ന് നിലവിളിക്കുമ്പോൾ ദൈവം ഉത്തരമരുളിയ ചരിത്രമാണ് ദൈവജനത്തിൻ്റെ ചരിത്രം. നാം വിശുദ്ധ ബൈബിൾ
പഠിക്കുമ്പോൾ എത്രയോ സന്ദർഭങ്ങളിൽ മനുഷ്യന് അസാധ്യമായ കാര്യങ്ങൾ ദൈവം പ്രവർത്തിച്ചതിൻ്റെ നേർചിത്രമാണ് വിശുദ്ധ ബൈബിളിൽ കാണുവാൻ കഴിയുന്നത്. അതിൽ പകർച്ചവ്യാധികളുണ്ട്, വലിയ വലിയ പ്രയാസങ്ങൾ, യുദ്ധങ്ങൾ എന്ന് വേണ്ട ഏതെല്ലാം തലങ്ങളിലാണ് മനുഷ്യൻ പീഡിപ്പിക്കപ്പെടുകയും അവന് മുൻപോട്ട് പോകാൻ കഴിയാതെ വരികയും ചെയ്ത സാഹചര്യങ്ങളെന്ന് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ അവിടെയൊക്കെയും ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകളാണ് മാനവ സമൂഹത്തെ മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. നാം ഇന്ന് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ദൈവത്തെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട്, ദൈവത്തോട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ ദൈവജനത്തിന് വലിയൊരു കടപ്പാടുണ്ട്, അവരുടെ മേൽ വലിയൊരു നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. മാനവ സമൂഹത്തെ ഈ മഹാകെടുതിയിൽ നിന്ന് രക്ഷിക്കുവാൻ തക്കവണ്ണം നാം നിരന്തരമായി പ്രാർത്ഥിച്ചാൽ മതിയാകും. സഭകൾ ഉണർന്നേ മതിയാവും, കൂട്ടായ പ്രാർത്ഥന ഉണ്ടായേ മതിയാകും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കെടുതിയെ തകർക്കുന്നതിനോടൊപ്പം തന്നെ സഭകൾ ഉണരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ആരാധനകൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. സത്യത്തിലും ആത്മാവിനുമുള്ള ആരാധനകൾ ഭൂമിയിൽ നടത്തപ്പെടുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നാമമാത്ര ആരാധനകളല്ല, അതാ ദൈവം പല ആരാധന നിർത്തിക്കളഞ്ഞത്. നാമമാത്ര ആരാധനകളെക്കാൾ ഉപരിയായി പരിശുദ്ധാത്മ നിറവിൽ പ്രാർത്ഥിക്കുവാൻ, ശക്തി പ്രാപിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ആരാധനകൾ പുനഃസ്ഥാപിക്കുവാൻ ദൈവം സഹായിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തുണ എനിക്കേശുവാം കുറവിനിയില്ലതാം അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. തുണ എനിക്കേശുവാം കുറവിനിയില്ലതാം അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. അവനെൻ്റെ സങ്കേതവും അവലംബവും കോട്ടയും അവനിലാകുലത്തിൽ അവൻ മതിയാശ്രയിപ്പാൻ. അവനെൻ്റെ സങ്കേതവും അവലംബവും കോട്ടയും അവനിലാകുലത്തിൽ അവൻ മതിയാശ്രയിപ്പാൻ. തുണ എനിക്കേശുവാം കുറവിനിയില്ലതാം അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവാം ദൈവമേ, ഞങ്ങളവിടുത്തെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്നു. ഇത്രത്തോളം ഞങ്ങളെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്ത അവിടുത്തെ എല്ലാ വാത്സല്യങ്ങൾക്കായിട്ട് സ്തോത്രം. കഴിഞ്ഞ 10-18 മാസക്കാലം കോവിഡിൻ്റേതായിട്ടുള്ള വലിയ കെടുതിയുടെ നടുവിലും കർത്താവിൻ്റെ കുഞ്ഞുങ്ങളെ നീ ഉള്ളം കയ്യിൽ സൂക്ഷിച്ച് പരിപാലിച്ചു. ഈ ശുശ്രൂഷ നടക്കുവാൻ സഹായിച്ചു. ഇതിൽ പങ്കെടുക്കുന്ന സഹോദരങ്ങളെ ഉള്ളം കയ്യിൽ സൂക്ഷിച്ച് പരിപാലിച്ച് അവിടുത്തെ എല്ലാ വാത്സല്യങ്ങൾക്കായിട്ടും അങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നാൽ കർത്താവെ, സമയം നീണ്ടുപോകുമ്പോൾ ഞങ്ങളുടെ ആരാധന വീണ്ടും പുനഃസ്ഥാപിക്കുവാൻ തക്കവണ്ണമുള്ള തടസ്സങ്ങളും താമസങ്ങളും വർദ്ധിക്കുകയാണ്. കർത്താവെ, അങ്ങേ ആരാധിക്കുവാനുള്ള ഞങ്ങളുടേതായിട്ടുള്ള നിലവിലുള്ള ശബ്ദം അങ്ങ് കേൾക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് അധികാര ഹൃദയത്തിൽ അങ്ങ് തന്നെ ആലോചന കൊടുക്കുകയും അതിനുവേണ്ട മുഖാന്തരങ്ങൾ ഒരുക്കപ്പെടുകയും ചെയ്യുവാൻ സഹായിക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. സത്യത്തിലും ആത്മാവിലും അങ്ങ് ആരാധിക്കുവാൻ തക്കമുള്ള വഴികൾ തുറക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ കർത്താവ്, ആവശ്യമായ എല്ലാ മുഖാന്തരങ്ങളും ഈ കെടുതിയെ നിയന്ത്രിക്കുവാൻ തക്കവണ്ണം ഒരുക്കി തരണമേ. വാക്സിൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, അതിവേഗം കർത്താവ് ലഭ്യമാകുവാൻ തക്കവണ്ണം സഹായിക്കണമേ. ഒരു 3-ാം തരംഗം വരുമെന്ന് ഭയപ്പെടുന്ന കർത്താവെ, ആ 3-ാം തരംഗത്തെ തകർത്തുകളയവൻ അങ്ങേ കഴിയും. അതിനെ കർത്താവെ സമ്പൂർണ്ണമായിട്ട് ഉടച്ചു കളഞ്ഞ് ആ തരംഗം വരാതിരിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് പ്രതിരോധമായി ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് അങ്ങയുടെ സ്നേഹത്തോട് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രതിവിധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്, അനേക ദിവസങ്ങളായ മരണനിരക്ക് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് തന്നെ പ്രവർത്തിക്കണമേ. ആവശ്യമായ മരുന്നുകളൊക്കെ ലഭ്യമാകുവാൻ തക്കവണ്ണം സഹായിക്കണമേ. ഇതിനോടനുബന്ധിച്ചുണ്ടായിക്കൊണ്ടിരിക്കുന്ന മറ്റ് പകർച്ചവ്യാധികളെ അവിടുത്തെ കരകൾ സമർപ്പിക്കുന്നു. അങ്ങനെ എല്ലാം നിയന്ത്രിക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ കാരുണ്യവും നിൻ്റെ സ്നേഹവും നിൻ്റെ ജനത്തിൻ്റെ മേൽ ചൊരിയണമേ. നീ മനസ്സിലുള്ള ദൈവമാണ്, നീ വാക്കുമാറാത്ത ദൈവമാണ്, മാറ്റമില്ലാത്ത ദൈവമാണ്. നിൻ്റെ ജനം നിലവിളിക്കുമ്പോൾ നീ മനസ്സലിഞ്ഞ് പ്രവർത്തിക്കുന്ന ദൈവമായിരിക്കും. നന്ദിയോടെ സ്തോത്രം.
കർത്താവ് ഈ കെടുതി മൂലം ലോകത്തിലെ നാനാ രാജ്യങ്ങളിൽ തകർന്നുകൊണ്ടിരിക്കുന്ന, കഷ്ടത്തിലായിരിക്കുന്ന, നെടുവിരിപ്പിലായിരിക്കുന്ന നിന്റെ ജനത്തോട് നീ കരുണ തോന്നണമെന്ന് നിന്റെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. അതിശീഘ്രത്തിൽ അങ്ങേ കെടുതിയെ സമ്പൂർണ്ണമായി കർത്താവ് നിശ്ചലമാക്കി അതിനെ എന്നേക്കുമായിട്ട് തുടച്ചു കളയണമെന്ന് അവിടുത്തെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. ഈ രാത്രിയിലെ ശുശ്രൂഷ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് ഏഴേലും അങ്ങയിലെ കൊണ്ട് ശുശ്രൂഷയപ്പാൻ സഹായിക്കണമേ. ഇത് പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും നിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് നിൻ്റെ നാമത്തിനായിട്ട് പ്രവർത്തിപ്പാനും കർത്താവെ നിൻ്റെ കൃപയിൽ ജീവിപ്പാനും സഹായിക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അവരുടെ കാവലും കോട്ടയുമായി അവരുടെ കൂടാരങ്ങളെ അവരെയും നീ സൂക്ഷിച്ച് പരിപാലിക്കണമേ. എല്ലാം അവിടുത്തെ നാമത്തിൻ്റെ മഹത്വത്തിനായി തീരുവാൻ ഇടയാക്കി അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശുനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുവാനാണമേ. ആമേൻ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, അത്യുന്നതനായ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ, ദൈവത്തിൻ്റെ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുകയും അനുഭവിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന അനേക ദൈവമക്കൾ പോലും ഈ കോവിഡിൻ്റെ കെടുതിയിൽ പതറിപ്പോകുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം ഈ കോവിഡ് സൃഷ്ടിച്ചിരിക്കുന്ന കെടുതികൾ ആത്മീയ യാത്രയിലായിരിക്കുന്ന അനേക സഹോദരങ്ങളെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മുൻപോട്ടുള്ള പ്രയാണം എങ്ങനെയാകുമെന്ന് ഭാരപ്പെടുന്ന അനേക സഹോദരങ്ങളുണ്ട്. ദൈവജനം പ്രാർത്ഥിക്കുന്നു. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുകയും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇറങ്ങിത്തിരിക്കുകയും ചെയ്ത ദൈവമക്കൾക്ക് ജീവിതയാത്രയിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ആകുലങ്ങളൊക്കെ ഉണ്ട്. അത് കോവിഡിൻ്റെ കെടുതിയായിരുന്നാലും ശരി, മറ്റ് പ്രയാസങ്ങളായിരുന്നാലും ശരി, നമ്മുടെ ആത്മീയ യാത്രയെന്ന് പറയുന്നത് വളരെ സുഗമമായ ഒരു പാതയാണെന്നാണ് അനേകർ ധരിച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ വിളി കേട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ വളരെയധികം ആവേശവും സന്തോഷവും ഒക്കെ ഉണ്ടാകും. എന്നാൽ മുൻപോട്ട് പോകുമ്പോഴാണ് ആ പാതയിൽ കല്ലും മുള്ളും തടസ്സങ്ങളും ഒക്കെ ഉള്ളതായിട്ട് ബോധ്യമാകുന്നു. എന്നാൽ അവിടെയൊക്കെയും കർത്താവ് കാത്തു സൂക്ഷിച്ച് മുൻപോട്ട് കൊണ്ടുപോകും എന്നുള്ള ഉത്തമ വിശ്വാസമാണ് ഒരു ദൈവപൈതലിനുണ്ടാകേണ്ടത്. പ്രയാസങ്ങൾ സ്വാഭാവികമാണ്, കഷ്ടങ്ങൾ സ്വാഭാവികമാണ്. അപ്പോൾ കോവിഡിൻ്റെ കെടുതി ഉണ്ടായാലും ഇല്ലെങ്കിലും ശരി, ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ പലവിധമായ പരീക്ഷണങ്ങൾ ഉണ്ടാകും. എന്നാൽ ആ പരീക്ഷണങ്ങളെ എങ്ങനെ നേരിടാൻ കഴിയുമെന്ന് നാം തിരുവചനത്തിൽ പഠിക്കുന്നുണ്ട്. പരീക്ഷകളില്ലാതെ ആത്മീയ യാത്രയിൽ മുൻപോട്ട് പോകാൻ കഴിയുകയില്ല. ഒരു രൂപം അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ. ഇന്ന് കോവിഡിൻ്റെ ഭയാനകമായിട്ടുള്ള അവസ്ഥകളിൽ പലപ്പോഴും അനേകർ അതിനെ നോക്കി പകച്ചു നിൽക്കാറുണ്ട്. എന്നാൽ എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത്, ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വിളി കേട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ആർക്കും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം കർത്താവിൻ്റെ കരങ്ങളിലാണ് അവർ പരിപാലിക്കപ്പെടുന്നത്. നമ്മുടെ ഭാരങ്ങളും നമ്മുടെ പ്രയാസങ്ങളും നാം നേരിടുന്ന അപകടങ്ങളും ആപത്തുകളും ഒക്കെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുവാൻ നമുക്ക് കഴിയണം. ആ ഭാരങ്ങൾ ചുമന്നുകൊണ്ട് നമ്മുടെ യാത്രയെ ദുസ്സഹമാക്കരുത്. ഈ ലോകയാത്രയിൽ തീർച്ചയായും അപ്രകാരമുള്ള അനേക പ്രതിസന്ധികൾ പിശാച് സൃഷ്ടിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പ്രതിബന്ധങ്ങൾ മുൻപിൽ ഉണ്ടാവും. എന്നാൽ അവയെ തരണം ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകുവാൻ കഴിയണമെങ്കിൽ നമുക്ക് കർത്താവിൽ അചഞ്ചലമായ വിശ്വാസമുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയല്ല, ആ വിശ്വാസം പ്രകടമായി തീരണം. നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. അതാണ് പത്രോസ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. 1 പത്രോസ് 5-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും.
അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. അവൻ്റെ മേലിട്ടുകൊള്ളുക. See, when we go forward in this spiritual walk, definitely there are obstacles, trials, tribulations, and especially in these COVID times, many children of God, they are just afraid at the calamities created all around. They may be doubtful about how they can go forward. They have experienced the power of God before. They have experienced His miracles before. They believe that the Lord is sufficient for them in everything. But still, when we see the crisis, when we see this pandemic, there are many who are disheartened. Those who are afraid. You see, in the spiritual walk always, you have to expect trials, tribulations. That's a part of spiritual life. But a child of God will be protected by the Almighty God. You will be triumphant. The Lord will never allow you to be defeated. Trials come to test your integrity, your faith, and also, as you hear very often, to lift you up from your present status, to go forward with new courage, new encouragement, and new graces. So, when we confront such a crisis, when things are dark all around, we have to look up at our Lord and Savior Jesus Christ. We have to put our burdens, whatever it be, on Him. Many a time we say we believe in Him, but very often when such crises come without any warning, many are shattered. Saint Peter tells us in 1 Peter chapter 5 verse 7, cast all your cares, all your anxiety for that matter, cast all your anxiety on Him because He cares for you. Whatever anxiety we have, cast it on Him. Put it on Him. You know, anxiety means worry. Anxiety means apprehension, fear about the future. ഈ ആകുലം എന്ന് പറയുന്നത് ദുഃഖം എന്നതിനർത്ഥമുണ്ട്. മനക്ഷോഭം, നാളെക്കുറിച്ചുള്ള ആകാംക്ഷ, എന്തായി തീരും, നമ്മുടെ മുൻപോട്ടുള്ള യാത്രയിൽ എന്താകുമെന്നുള്ള ഭയം, അതാണ് ചിന്താകുലം എന്ന് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. യുവർ ആങ്സൈറ്റി. അചഞ്ചലമായ വിശ്വാസമുള്ള ഒരു വ്യക്തിക്ക് ആകുല ചിന്ത ആവശ്യമില്ല. അവൻ ആകുല ചിന്ത ഉണ്ടാവുകയില്ല. See, when we have such situations, it's your faith that helps you to go forward without any doubt. ഇപ്പോൾ ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ വന്ന് കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാൻ സാധിക്കുന്നില്ല, കുഞ്ഞുങ്ങൾ വീട്ടിൽ നിന്ന് മുടയുന്നു, ഇങ്ങനെയൊക്കെയുള്ള അനേക സാഹചര്യങ്ങൾ വരുമ്പോൾ നാം ഉടനടി ചെയ്യുന്നത് ഡോക്ടേഴ്സിനെ സമീപിക്കുകയാണ്. മാനസികമായ സംഭ്രമങ്ങൾ, ഭയങ്ങളൊക്കെ വരുമ്പോൾ മനഃശാസ്ത്രജ്ഞന്മാരെ സമീപിക്കുകയാണ്. ആത്മവിശ്വാസമില്ല, ആത്മബലമില്ല. You don't have the strength to face such situations. Mental courage, you see. So immediately, amid such confusions around, you go to psychiatrists, doctors and things like that. You try to solve the problems in the worldly way. But here St. Peter says, cast all your anxiety on Him because He is caring for you. നിന്റെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക. എന്താ കാര്യം?
അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാകയാൽ, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേലിട്ടുകൊള്ളാം. നമുക്ക് വേണ്ടി കരുതുന്ന കർത്താവിനെ പ്രയാസങ്ങളുടെ താഴ്വരയിൽ നമുക്ക് കാണുവാൻ കഴിയണം. എനിക്ക് വേണ്ടി കരുതുവാൻ എൻ്റെ കർത്താവുണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആ ഭാരങ്ങളെക്കുറിച്ച് ചിന്താകുലപ്പെടുവാൻ കഴിയാതെ വരികയുള്ളൂ. ചിന്താകുലങ്ങൾ നമ്മെ കീഴടക്കുന്നത് ആരും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനില്ല, നമുക്ക് വേണ്ടി കരുതുവാൻ ആരുമില്ല എന്നുള്ള ചിന്ത വരുമ്പോഴാണ്. അപ്പോഴാണ് സമാധാനം നഷ്ടപ്പെട്ടവരായിട്ട് നാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത്. യേശുവിൽ വിശ്വസിക്കുമെന്ന് പറയുകയും പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ ആ വിശ്വാസം പ്രതിഫലിപ്പിക്കുവാൻ നമുക്ക് കഴിയാതെ വരും. എല്ലാം സുഗമമായിട്ട് പോകുമ്പോഴല്ല നമ്മുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നത്. കാറ്റും കൊടുങ്കാറ്റും തിരമാലകളും ജീവിതത്തിൽ ആഞ്ഞടിച്ച് മുൻപോട്ട് പോകുവാൻ കഴിയാതെ വരുന്ന സാഹചര്യങ്ങളിലാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ മാറ്റ് ഉരച്ചു നോക്കപ്പെടുന്നത്. അവിടെ നമ്മുടെ പ്രതികരണം എങ്ങനെയാണ്? ആ പ്രതികരണമാണ് വളരെ പ്രധാനമായിരിക്കുന്നത്. അതുകൊണ്ടാണ് പത്രോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങളുടെ സകല ചിന്താകുലങ്ങൾ അവൻ്റെ വേണ്ടിയിട്ടുള്ള. കാരണം എന്താണ്? അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാണ്. അപ്പോൾ ഏത് പ്രശ്നമായാലും ഏത് ഭയമായിരുന്നാലും അവൻ്റെ മേൽ അവയൊക്കെ ഇട്ടുകൊള്ളും. ഇപ്രകാരം ഉള്ള ഒരു സാഹചര്യത്തിൽ മുൻപോട്ട് പോകുവാൻ നിവൃത്തിയില്ലാത്ത ഒരു മനുഷ്യനോട് പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 55-ാം സങ്കീർത്തനം 22-ാം വാക്യം വായിക്കുമ്പോൾ, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. I just want to show you a person who was guided by the Holy Spirit in a similar situation when he could not go forward because he was overwhelmed with all problems. Everything around him seemed to be lost. Nobody was supporting him. And at that time, the Holy Spirit guided him. We find that in Psalm 55, verse 22. Cast thy burdens upon the Lord, and he shall sustain thee. He shall never suffer the righteous to be moved. Cast your burdens upon the Lord. Whatever burdens you have. This man was burdened with so much of problems. And we find his prayer in Psalm 55. He could not go forward. It's at that time the Holy Spirit inspires him. Cast your burdens upon Yahweh, the Lord, and he shall sustain thee, and he will lead you. You don't have to be bothered about it. And what he adds is that he would never allow the righteous to suffer. യഹോവ നിന്നെ പുലർത്തും. നിന്റെ ഭാരങ്ങൾ എന്തെല്ലാമായിരുന്നാലും ഏതെല്ലാം തരത്തിലുള്ളതായിരുന്നാലും യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. ഒരു കാര്യമുണ്ട്, നമ്മളൊരു വലിയ ഭാരം ചുമക്കുകയാണ്. ഈ ഭാരം മറ്റൊരാളുടെ മേൽ വെക്കുവാൻ കഴിയണമെങ്കിൽ ആ വ്യക്തി നമ്മുടെ അടുത്തായിരിക്കണം. 1 മീറ്ററോ 2 മീറ്ററോ ദൂരമുള്ള ഒരാളുടെ അടുക്കൽ ദൂരത്ത് നിൽക്കുന്ന ഏറ്റവും കുറഞ്ഞ പോലെ ഞാൻ പറയുന്നത് 1 മീറ്റർ അല്ലെ 2 മീറ്റർ, അത്രയും ദൂരത്ത് നിൽക്കുന്ന ഒരാളോട് അല്ലെങ്കിൽ ആ ഒരാളുടെ ചുമലിലേക്ക് നാം വഹിക്കുന്ന ഭാരം വെക്കുവാൻ പറഞ്ഞാൽ അത് പ്രായോഗികമല്ല. നാം എടുക്കാൻ വയ്യാതെ പിടലി ഒടിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഭാരമാണ് നമ്മുടെ ചുമലിരിക്കുന്നത്. ഇത് മറ്റൊരാൾ എടുക്കാം അല്ലെങ്കിൽ മറ്റൊരാളുടെ ചുമലിലേക്ക് വെക്കാം എന്ന് പറയുമ്പോൾ
ആ വ്യക്തി നമ്മുടെ ഏറ്റവും അടുത്തായിരിക്കണം. ആ വ്യക്തി നമ്മോട് ഏറ്റവും സ്നേഹമുള്ള വ്യക്തിയായിരിക്കും. നമ്മുടെ ഭാരം ചുമക്കുവാൻ സന്നദ്ധതയുള്ള വ്യക്തിയായിരിക്കണം. ഒരു മൈൽ ദൂരെ നിന്നുകൊണ്ട് നിന്റെ ഭാരം എൻ്റെ മേൽ വെച്ചുകൊള്ളാൻ പറഞ്ഞാൽ പ്രായോഗികമല്ല. ഇവിടെ നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലാണ്. അപ്പോൾ യഹോവയാം ദൈവത്തെ അത്രമാത്രം മുറുകെ പിടിച്ചുകൊണ്ട് യഹോവയാം ദൈവം കൂടെയുള്ള അവസ്ഥയിൽ മാത്രമേ നമുക്ക് ഈ ഭാരം യഹോവയുടെ ചുമലിലേക്ക് വെക്കുവാൻ സാധ്യമായി. യഹോവയുടെ മേൽ വെച്ചോളാനാണ് പറഞ്ഞേക്കുന്നത്, എന്ത് ഭാരമായിരുന്നാലും. പക്ഷെ ഇത് അങ്ങോട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ യഹോവ അടുത്തുണ്ടാകണം. നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെ നമ്മിൽ നിന്ന് അകറ്റിക്കളഞ്ഞ ശേഷം ഭാരം ദൈവത്തിൻ്റെ മേൽ വെക്കുവാൻ തക്കോണ്ടാണ് ഇന്ന് അനേകർ പരിശ്രമിക്കുന്നത്. ഭാരം ചുമന്ന് പിടലൊടിയല്ലാതെ ദൈവത്തിൻ്റെ ചുമലിലേക്ക് ഇത് ഇറക്കി വെക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. ഇവിടെ പറയുന്നത് അവൻ നിന്നെ പുലർത്തും. നിന്റെ എല്ലാ ഭാരങ്ങളും നിന്റെ ചാരത്തുള്ള നീ സേവിക്കുന്ന നീ സ്നേഹിക്കുന്ന നിന്റെ ദൈവത്തിൻ്റെ മേൽ വെച്ചു. നീതിമാൻ കുലുങ്ങുവാൻ അവൻ ഒരിക്കലും അനുവദിക്കുകയില്ല എന്ന് പറയുമ്പോൾ ഈ ഭാരവുമായിട്ട് നീ മുൻപോട്ട് പോകാൻ കഴിയാതെ തകർന്നു പോകുവാൻ അവൻ ഒരിക്കലും സമ്മതിക്കുകയില്ല. He will never allow you to suffer that way. Now, we find this is sung by, prayed by David. ദാവീദാണ് ഇത് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ദാവീദിനോട് പരിശുദ്ധാത്മാവ് നിന്റെ ഭാരം എവിടെ വിട്ടുകൊള്ളുവാൻ പറയുന്നത്? എന്താ എൻ്റെ സാഹചര്യം? 55-ാം സങ്കീർത്തനം 1-ാം വാക്യം വായിക്കുമ്പോൾ ദൈവമേ ദൈവമേ എന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ, എന്റെ യാചനയ്ക്ക് മറിഞ്ഞിരിക്കരുതേ, എൻ്റെ യാചനയ്ക്ക് മറിഞ്ഞിരിക്കരുതേ. എന്നിട്ട് 2-ാമത്തെ വാക്യം എന്നെ ശ്രദ്ധിക്കണമേ, എന്നെ ശ്രദ്ധിക്കണമേ, എനിക്ക് ഉത്തരമരണമേ, എനിക്ക് ഉത്തരമരണമേ, ഞാൻ എൻ്റെ സങ്കടത്തിൽ നിലവിളിക്കുന്നു. എന്താണ് ഈ മനുഷ്യന്റെ സങ്കടം? എന്തിനാണ് അവൻ നിലവിളിക്കുന്നത്? തൻ്റെ പൊന്നോമന പുത്രനായ അബ്ശാലോം രാജാവായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്നിട്ട് അവൻ യെരുശലേമിലേക്ക് പാഞ്ഞു വരികയാണ് സൈന്യവുമായിട്ട്. സൈന്യത്തിൻ്റെ ഭൂരിഭാഗം അവരോട് ചേർന്ന് കഴിഞ്ഞു. അവൻ പാഞ്ഞു വരികയാണ്. ഇവിടെ ദാവീദിനെ സഹായിക്കുവാൻ ആരുമില്ല. അവൻ സ്നേഹിച്ചിരുന്നവർ, അവനോടൊപ്പം പ്രവർത്തിച്ചിരുന്നവർ അനേകര് അബ്ശാലോമിനോട് ചേർന്ന് കഴിഞ്ഞു. അതിവേഗം രാജാവായിട്ട് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ യെരുശലേമിൽ ദാവീദിന്റെ രാജധാനിയെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ അവസ്ഥയിലാണ് ദാവീദ് നിലവിളിക്കുന്നത്. ദാവീദിന്റെ സങ്കേതവും ബലവും എല്ലാം ദൈവമാണ്. ഈ അവസ്ഥയിൽ അവനെ രക്ഷിക്കുവാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമാണ്. അവൻ നിലവിളിക്കുകയാണ്. 4-ാം വാക്യം വായിക്കുമ്പോൾ എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു, എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു, മരണഭീതിയും എന്റെ മേൽ വീണിരിക്കുന്നു. അതെ, മരണഭീതിയും എന്റെ മേൽ വീണിരിക്കുന്നു, ഭയവും വിറയലും എന്നെ പിടിച്ചിരിക്കുന്നു. 3 കാര്യങ്ങൾ അവിടെ കാണുന്നത്. എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു. മാനസികമായ വേദന, സഹിക്കാൻ വയ്യാത്ത മാനസികമായ ആഘാതം, താൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് സംഭവിച്ചിരിക്കുന്നത്. താൻ മറ്റു മക്കളെക്കാൾ അത്യധികം സ്നേഹിച്ചിരുന്ന അബ്ശാലോം രാജകുമാരൻ സ്വയം രാജാവായിട്ട് പ്രഖ്യാപിച്ചു കഴിച്ചു. അതുമാത്രമല്ല, അവൻ പാഞ്ഞു വരികയാണ്. മരണഭീതി എന്നെ പിടിച്ചിരിക്കുന്നു. ദാവീദിനെ മരണത്തിനെ കുറിച്ച് യാതൊരു ഭയവുമില്ലാത്ത മനുഷ്യനാണ്. മല്ലനായ ഗോലിയാത്തിന്റെ നേരെ പാഞ്ഞെന്നവരാണ്. അവന് ഭയമില്ല. അവൻ ബാലനായിരിക്കുമ്പോൾ അവൻ്റെ അപ്പൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിംഹവും കരടിയും അവൻ്റെ നേരെ വന്നാണ്. എന്നാൽ വെറും കൈയോടെ സിംഹത്തെയും അതെ
കരടിയെയും ഒക്കെയും അവൻ കീറിക്കളഞ്ഞവനാണ്. അവന് യാതൊരു ഭയവുമില്ല. യുദ്ധവീരനാണ്. അനേക യുദ്ധങ്ങൾ നയിച്ച് ജയം നേടിയവനാണ്. മരണത്തെക്കുറിച്ച് ഭയമില്ലാത്തവൻ ഇന്ന് എന്തുകൊണ്ട് മരണത്തെക്കുറിച്ച് ഭയപ്പെടുന്നു? അവൻ്റെ ശക്തി ചോർന്നു പോയിട്ടല്ല. നേരിട്ട് അവൻ യുദ്ധം ചെയ്യേണ്ടി വരുന്നത് അവൻ്റെ ഓമനപുത്രനോട് കൂടിയാണ്. ആ ഓമനപുത്രനായ അബ്ശാലോമിനെയാണ് അവൻ നേരിടേണ്ടി വരുന്നത്. അവിടെ ആ യുദ്ധത്തിൽ അവന് ജയിക്കണമെങ്കിൽ അവൻ അബ്ശാലോമിനെ കൊന്നേ തീരൂ. തൻ്റെ മകനെ കൊല്ലുവാൻ അവന് കഴിയുകയില്ല. അപ്പോൾ പിന്നെ സംഭവിക്കുന്നത് എന്താണ്? അബ്ശാലോമിൻ്റെ കൈകൊണ്ട് അവൻ കൊല്ലപ്പെടും. അതുകൊണ്ടാണ് പറയുന്നത്, മരണഭീതി എന്നെ പിടിച്ചിരിക്കുന്നു. യുദ്ധം ചെയ്ത് ജയിക്കുവാനുള്ള കഴിവില്ലാഞ്ഞിട്ടല്ല, പ്രത്യുത തൻ്റെ ഓമനപുത്രനെ യുദ്ധത്തിൽ കൊല്ലുവാനുള്ള കഴിവ് എനിക്കില്ല. അപ്പോൾ അവൻ തീർച്ചയായും തന്നെ പരാജയപ്പെടുത്തി തന്നെ കൊന്നുകളയും. അതാണ് മരണഭീതി. രണ്ടാമത്, ഭയം എന്നെ പിടിച്ചിരിക്കുന്നു. എന്താ ഭയത്തിൻ്റെ കാരണം? എല്ലാവരും ഉപേക്ഷിച്ചിരിക്കുകയാണ്. യു ഫൈൻഡ് ദാറ്റ് ഈസ് afraid of death. Why? He is a valiant man. He was never bothered about death at all. He met mighty Goliath. He led many wars. He was never bothered about it because the Spirit of God was with him. And now he says the fear of death has compassed him. Why? It is his own son who is going to confront him. And in that battle, if he has to win, he has to kill his son, which he cannot. And the result would be that his son would kill him. That's a foregone conclusion. That's why the fear of death is haunting him. And he is afraid also. കാരണം ഇന്ന് അദ്ദേഹം വൃദ്ധനാണ്. ഈ ഒരു അവസ്ഥയിൽ മുൻപോട്ട് പോകാൻ തക്കോട്ടം വളരെയധികം പ്രയാസമാണ്. 5-ാം വാക്യം വായിക്കുമ്പോൾ, ഭയവും വിറയലും എന്നെ പിടിച്ചിരിക്കുന്നു. ഭയവും വിറയലും എന്നെ പിടിച്ചിരിക്കുന്നു. പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു. 3 കാര്യങ്ങളാണ്. ഭയവും വിറയലും എന്നെ പിടിച്ചിരിക്കുന്നു, പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു. ഐ എം അഫ്രൈഡ്, ഷിവറിങ്. ഒരു വ്യക്തി ഭയപ്പെടുമ്പോഴാണ് അവന് മുൻപോട്ട് പോകാൻ കഴിയാതെ വണ്ണം അവനായിത്തീരുന്നത്. പരിഭ്രമമാണ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് എന്നറിയാതെ ഏറ്റവും വേദനിക്കുന്ന അവസ്ഥ. എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ ഏറ്റവും വേദനിക്കുന്ന അവസ്ഥ. പരിഭ്രമം. You lose your presence of mind because of fear. You lose your physical strength because of fear. And that's what you are shivering. എങ്ങനെയാണ് വിറയൽ ഭാവിക്കുന്നത്? അവൻ്റെ നാഡീവ്യൂഹങ്ങൾ പോലും ക്ഷയിച്ചു പോയിരിക്കുന്നു. ഈ ഭയം വന്നാൽ അങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ട്. ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ വേദനിക്കുമ്പോൾ, ഭയപ്പെടുമ്പോൾ അവൻ്റെ ശരീരം തന്നെ പ്രവർത്തനരഹിതമാവുകയാണ്. ആത്മീയ യാത്രയിൽ ഭയം നമ്മളെ തൊട്ട് കഴിഞ്ഞാൽ, ഹൃദയത്തിൽ ഭയം വന്നു കഴിഞ്ഞാൽ മുൻപോട്ട് പോകാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ദൈവം താൻ തിരഞ്ഞെടുക്കുന്നവരോട് ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കുക എന്നെപ്പോഴും പറയുന്നു. യോശുവയെ മോശപിതാവിൻ്റെ പിൻഗാമിയായിട്ട് തിരഞ്ഞെടുത്തു. ചെയ്യേണ്ട വേറെ വലിയ വലിയ കാര്യങ്ങളൊന്നും അല്ല ആദ്യമായിട്ട് യോശുവയോട് പറയുന്നത്. ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. 3 പ്രാവശ്യം അത് ആവർത്തിച്ച് പറയുകയാണ്. കാരണം ഉറപ്പും ധൈര്യവുമില്ലെങ്കിൽ ദൈവത്തിന് അവനെ എടുത്ത് ഉപയോഗിക്കുവാൻ കഴിയുകയില്ല. എന്നെയും നിങ്ങളെയും ദൈവത്തിന് ഉപയോഗിക്കുവാൻ കഴിയണമെങ്കിൽ എനിക്ക് നിങ്ങൾക്കും ഉറപ്പും ധൈര്യവും ഉണ്ടാകണം. ഇന്ന് അനേക സഹോദരങ്ങളെ ദൈവത്തിനടുത്ത് ഉപയോഗിക്കുവാൻ കഴിയാത്തതിൻ്റെ കാരണം അവർക്ക് ഉറപ്പും ധൈര്യവുമില്ല. ഭീരുത്വത്തിൻ്റെ ആത്മാവാണ് അവരിൽ വസിക്കുന്നത്. പരിശുദ്ധാത്മാവ് പ്രാപിച്ചു എന്ന് പറയും, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു എന്ന് പറയും.
പക്ഷേ പരിശുദ്ധാത്മാവ് പ്രാപിച്ച ഒരു വ്യക്തിക്ക് ഉറപ്പിൻ്റെയും ധൈര്യത്തിൻ്റെയും ആത്മാവുണ്ട്. ഇന്ന് പരിശുദ്ധാത്മാവ് പ്രാപിച്ചെന്ന് പറയുന്ന അനേർക്ക് ആ ഭാഗമില്ല. ഉറപ്പും ധൈര്യം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സാക്ഷികളായിട്ട് പ്രവർത്തിക്കുവാൻ, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കാരായി തീരുവാൻ തക്കവണ്ണം ഉള്ള അചഞ്ചലമായ വിശ്വാസത്തോടുകൂടി മുൻപോട്ട് പോകുമ്പോൾ നേരിടുന്ന എന്തിനേയും തകർത്ത് കളയുവാനുള്ള ചങ്കൂറ്റം അത് ലഭ്യമാകുന്നത് ഉറപ്പും ധൈര്യമുള്ളപ്പോഴാണ്. യോശുവയും കാലേബും കനാൻ ഉറ്റുനോക്കുവാൻ പോയി. വേറെ അവരോടൊപ്പം 9 പേരുണ്ടായിരുന്നു. 11 പേര് പോയി. 9 പേര് അവിടുത്തെ കാഴ്ച കണ്ടപ്പോൾ ഭയപ്പെട്ടു, ഉറപ്പും ധൈര്യവും ഇല്ലാതെ മടങ്ങിപ്പോരും. 2 പേർ യോശുവയും കാലേബും മാത്രം. നമുക്കിവരെ നേരിടാം, ഇവരെ നമുക്ക് കീഴടക്കാം എന്ന് പറയുവാൻ ധൈര്യം കാണിച്ചു. അപ്പോൾ അങ്ങനെയാണ് യോശുവ നേതൃസ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. അവൻ കാണിച്ച ഉറപ്പ്, ധൈര്യം. അപ്പോൾ ആത്മീയ യാത്രയിൽ മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതലിന് അത്യന്താപേക്ഷിതമായി ഉണ്ടായിരിക്കേണ്ടത് ഉറപ്പും ധൈര്യവുമാണ്. ദൈവത്തിൻ്റേതായിട്ടുള്ള അനേക സന്ദർഭങ്ങളിൽ ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കുവാൻ തക്കവണ്ണം ദൈവം താൻ തിരഞ്ഞെടുക്കുന്ന വ്യക്തിയോട് പറയുന്നുണ്ട്. ഉറപ്പും ധൈര്യവും ഉണ്ടാകണമെങ്കിൽ ഭയപ്പെടരുത്. You must be strong. When God chose Joshua, He tells, be thou strong and courageous. You can never work for God without courageousness. You can never work for God without strength in the Lord. You see, you have to be courageous, you have to be bold. You should be able to face any consequence. You should not be bothered about, you should not have any anxiety about all that may happen, because you have to be courageous. Courageous is the Lord. There should not be any element of fear in you. Fear not, I am with you. That's what God says. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. അതെ, പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു. Fear has encompassed me, which means he is completely surrounded by fear. എന്നെ മൂടിയിരിക്കുന്നു. ദൈവം പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. തിരുവചനത്തിൽ ഇത് പല രൂപങ്ങളിലായിട്ട് 365 പ്രാവശ്യം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പല വാചകങ്ങളിലായിട്ട് ഭയപ്പെടേണ്ട, 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 ഞാൻ നിന്നോട് കൂടെയുണ്ട്. അപ്പോൾ ദൈവത്തിന് തൻ്റെ ജനത്തിൻ്റെ മേൽ തൻ്റെ കൃപ ചൊരിഞ്ഞ് അവരെ പ്രവർത്തന സജ്ജമാക്കണമെങ്കിൽ, തൻ്റെ ദൗത്യങ്ങൾക്ക് വേണ്ടി ഒരുക്കണമെങ്കിൽ അവർക്ക് ഭയം ഉണ്ടാകരുത്, അവർക്ക് ഉറപ്പും ധൈര്യം ഉണ്ടാകണം. You see? And God says, fear not, be not afraid. In so many forms, the same meaning we find in the Bible. 365 times the same idea conveyed. Be not afraid. Fear not, I am with you. You see? Why does God say that? And biblical scholar has said God repeats this 365 times because He wants His children every day to understand and to go with fear, without fear. He wants to encourage His people every day. That's what He says. Fear not, be not afraid, I am with you. So in 365 times, you see 365 days. 365 പ്രാവശ്യത്തിലധികം ഇത് പല രൂപത്തിൽ പറയുന്നുണ്ട്. അത് ഓരോ ദിവസവും തൻ്റെ ജനത്തെ ശക്തീകരിച്ച് മുന്നേറുവാനുള്ള മുഖാന്തരമായിട്ടാണെന്നാണ്
ഒരു വേദശാസ്ത്ര പണ്ഡിതൻ പറയുന്നു. അപ്പോൾ ഇവിടെ ദാവീദിന് ഇപ്പോൾ മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല. യുദ്ധവീരനാണ്, അത്യുന്നതനായ ദൈവത്തിന് വേണ്ടി എന്തും ചെയ്യുവാൻ തയ്യാറായിട്ട് ഇറങ്ങി തിരിച്ചവനാണ്, ദൈവത്തിൻ്റെയുള്ള വിശ്വാസം കൊണ്ട് മഹാത്ഭുതങ്ങൾ പ്രവർത്തിച്ചവനാണ്, എല്ലാം ശരിയാണ്. പക്ഷേ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഭയം അവനെ മൂടിയിരിക്കുന്നു, പരിഭ്രമം അവൻ്റെ ഹൃദയത്തിലെല്ലാം ചിന്താകുലമാണ്, ആശ്രമം. അവൻ്റെ ചിന്താകുലങ്ങൾ അവനെ മൂടിയിരിക്കുന്നു, പരിഭ്രമിക്കുകയാണ്. മരണഭീതി അവനെ തകർത്തിരിക്കുന്നു. ഭയം കൊണ്ട് അവൻ വിറയ്ക്കുകയാണ്, മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല. അതെ, ദാവീദ് രാജധാനി വിട്ട് ഓടിപ്പോവുകയാണ്. He is running away from Jerusalem because his son is fast approaching. Any moment he will be in Jerusalem. And the first thing he would do is, he would catch the king and kill him to declare to the whole world that he is the king of Israel. That's the first thing they do. So what did David do? He ran away. അവൻ ഓടിപ്പോവുകയാണ്. He went to the Judean deserts, where he was there as an outlaw, haunted by Saul. Decades ago, 10 മുൻപ് അവൻ ബാലനായിരുന്നപ്പോൾ, ശൗൽ അവനെ വേട്ടയാടിക്കൊണ്ടിരുന്നപ്പോൾ അവൻ ചിലവഴിച്ച യഹൂദ മരുഭൂമിയിലേക്ക് അവൻ പോവുകയാണ്. 2 ശമൂവേൽ നാം വായിക്കുമ്പോൾ 16-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും, ദാവീദ് രാജാവ് ബഹുരൂമിലെത്തിയപ്പോൾ ശൗലിന്റെ കുലത്തിലെ ഗേരയുടെ മകനായ ശിമയി എന്ന് പേരുള്ള ഒരുവൻ അവിടെ നിന്ന് പുറപ്പെട്ട് ശപിച്ചുകൊണ്ട് വരുന്നത് കണ്ടു. അവൻ ദാവീദിനെയും രാജഭൃത്യന്മാരെയൊക്കെയും കല്ലുവാരി എറിഞ്ഞു. ജനവും വീരന്മാരെല്ലാം ഇടത്തും വലത്തുമായി നടക്കുകയായിരുന്നു. ദാവീദ് രക്ഷപ്പെട്ട് വരികയാണ്, യെരൂശലേമിൽ നിന്ന് ഓടിപ്പോരുകയാണ്, പ്രാണരക്ഷാർത്ഥം വരികയാണ്. അപ്പോഴാണ് ശൗലിൻ്റെ ഗോത്രത്തിൽപ്പെടുന്ന, വംശാവലിയിൽപ്പെടുന്ന, ആ കുടുംബത്തിൽപ്പെടുന്ന ഒരുവൻ ശിമയി, ഗേരയുടെ മകനായ ശിമയി ദാവീദിനെ കല്ലെറിയുകയാണ്, കൂടെയുള്ളവരെ കല്ലെറിയുകയാണ്. മാത്രമല്ല ശപിക്കുകയാണ്. ശൗലിനെ നീ നശിപ്പിച്ചതുകൊണ്ട്, ശൗലിനോട് നീ ക്രൂരത പ്രവർത്തിച്ചുകൊണ്ടാണ് നിന്നെ ദൈവം ശിക്ഷിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കല്ലും മണ്ണും വാരി അവൻ്റെ മേലെറിയുകയാണ്, കൂടെയുള്ളവരെയും കല്ലെറിയുകയാണ്. ദാവീദിൻ്റെ കൂടെ വിശ്വസ്തരായ പടയാളികളുണ്ട്. അവർ വാളുവരി ഇവനെ വെട്ടിക്കളയാനായിട്ട്, ഈ ചത്ത നായാണ് ഇവനെ വെട്ടിക്കളയാം. അപ്പോൾ ദാവീദ് മറുപടി പറയുകയാണ് 11-ാം വാക്യത്തിൽ, പിന്നെ ദാവീദ് അബീശായിയോടും തന്റെ സകല ഭൃത്യന്മാരോടും പറഞ്ഞത്, ഇതാ എന്നിൽ നിന്ന് ജനിച്ച എന്റെ മകൻ എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നുവെങ്കിൽ ഈ ബെന്യാമീനൻ ചെയ്യുന്നത് ആശ്ചര്യമോ? അവനെ വിടുവിൻ, അവൻ ശപിക്കട്ടെ, യഹോവ അവനോട് കൽപ്പിച്ചിരിക്കുന്നു. അതെ, this is what happens. David was running away from Jerusalem. He was going to the Judean desert. And we find Shimei hurling stones at him, abusing him and cursing him. And those who are following David, they drew their swords out to kill him. Said, no, don't do that. Even my own son is trying to kill me. He is trying to take my life away. Then why do you get angry with this Benjamin just for throwing stones? God has allowed it. David stops them and he is going forward. ഇവിടെ വളരെ ശ്രദ്ധേയമായൊരു കാര്യമുണ്ട്. ഈ കല്ലെറിഞ്ഞപ്പോൾ, അവർ മണ്ണുവാരി എറിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ, ദാവീദിന്റെ വിശ്വസ്ത പടയാളികളും ഭൃത്യന്മാരുമായ അബീശായും മറ്റും വാളൂരി ഇവനെ വെട്ടിക്കളയാനാണ്. ദാവീദ് ഒരു വിലക്കാണ്. എൻ്റെ സ്വന്തം മകൻ, എനിക്ക് ജനിച്ച എൻ്റെ മകൻ എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നു. പിന്നെ ഈ ബെന്യാമിൻകാരൻ അവൻ ചെയ്യുന്നതിൽ നമ്മൾ പരിഭവിക്കേണ്ട കാര്യമില്ല. കാരണം
ദൈവം ഇന്ന് അവനെ അനുവദിച്ചിരിക്കുന്നു. പലപ്പോഴും ദൈവം പ്രവർത്തിക്കുന്ന കാര്യങ്ങളുടെ അർത്ഥം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. ദൈവത്തിൻ്റെ പദ്ധതികൾ എന്താണെന്ന് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. ഞാനിങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ വരുമ്പോൾ, പ്രതികരിക്കേണ്ട അനേക സന്ദർഭങ്ങൾ വരുമ്പോഴും ഞാൻ മൗനമായിരിക്കും. കാരണം ദൈവം അനുവദിക്കാതെ ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ലക്ഷങ്ങൾ വാരിക്കോരി കൊടുത്തുകൊണ്ട് ഖ്യാതിക്ക് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി അത് ഒരു ആത്മീയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യർ പരസ്യം ചെയ്തു. ആ ചെയ്തത് മുഴുവൻ പച്ചക്കള്ളമാണ്. മീഡിയയിലിട്ടു. എന്നെ ഒരുപാട് പേര് വിളിച്ച് അത് അയച്ചു തന്നിട്ട് പറഞ്ഞു, ബ്രദറെ കണ്ടോ, ഇത് പ്രതികരിക്കണം, ഇത് മുഴുവൻ പച്ചക്കള്ളമാണ്, അത് പ്രവർത്തിച്ച മ്ലേച്ഛതയെല്ലാം പുറത്തു കൊണ്ടുവരണം. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് ആ പരസ്യവും കാണണ്ട, ആ ഡോക്യുമെൻ്ററി കാണണ്ട, എനിക്കത് കേൾക്കുകയും വേണ്ട. കാരണം ദൈവം അത് അനുവദിച്ചുകൊണ്ട് അത് ചെയ്യുന്നു. അപ്പോൾ ദൈവത്തിന് എന്താ ഉദ്ദേശം എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവം അനുവദിക്കുകയില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും അത് ചെയ്യുകയില്ല. അപ്പോൾ ദൈവം അതാണ് ആഗ്രഹിച്ചത്. അവൻ്റെ മ്ലേച്ഛതയും അയാൾ ചെയ്ത ദുഷ്ടതയും എല്ലാ കാര്യങ്ങളും കാണുന്നതും കേൾക്കുകയും ചെയ്യുന്ന ദൈവമാണ്, അറിയുന്ന ദൈവമാണ്. അതിൻ്റെ നടുവിൽ അതിൻ്റെ മൂർത്തിഭാവമായിട്ട് ഇങ്ങനെയും ചെയ്യുകയാണ്. കാരണം ലോകത്തിൻ്റെ മുൻപിൽ മാന്യത നേടുവാൻ തക്കവണ്ണം, അനേക കാപട്യങ്ങൾ മറച്ചു വെക്കുവാൻ തക്കവണ്ണം, മ്ലേച്ഛതകൾ മൂടി വെക്കുവാൻ തക്കവണ്ണം ഉള്ള ലക്ഷങ്ങൾ ചെലവഴിച്ച് ചെയ്തിരിക്കുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞു, ഒരിക്കലും ആ ന്യായം ഞാൻ ഏറ്റെടുക്കുകയില്ല. എനിക്കത് കാണുകയും വേണ്ട, കേൾക്കുകയും വേണ്ട. ഞാൻ സേവിക്കുന്ന ദൈവം, ഞാൻ വിശ്വസിക്കുന്ന ദൈവം അത് അനുവദിച്ചുവെങ്കിൽ അതിനുള്ള മറുപടി ദൈവം തന്നെ നൽകിയേ മതിയാവും. സ്വർഗത്തിൽ ചെല്ലുമ്പോഴല്ല, ഈ ഭൂമിയിൽ വെച്ച് തന്നെ ദൈവം ഈ മല പൊളിക്കും, ഈ കൊമള പൊട്ടിക്കും. അതുകൊണ്ട് ദൈവത്തിന് വിട്ടേക്കുക. ദാവീദ് ചെയ്ത കാര്യം അത്, ദാവീദിൻ്റെ മാതൃകയാണ്. കാരണം അഭിഷേക് ഒരു വാളുകൊണ്ട് അവനെ ശിവ അന്നേരം വെട്ടിക്കളയാം, വെട്ടിയില്ല. ദാവീദ് അവനെ വിലക്കുകയാണ്. കാരണം എൻ്റെ മകൻ എനിക്കെതിരായിട്ട് എൻ്റെ പ്രാണഹാനി വരുത്തി വന്നു. അപ്പോൾ ഇവനിങ്ങനെ വന്നിരിക്കുന്നത് ദൈവം അങ്ങനെ അനുവദിച്ചു. അതുകൊണ്ട് നിങ്ങളവനെ കൊല്ലേണ്ട കാര്യമില്ല. പക്ഷേ എനിക്കൊരു താഴോട്ട് വായിക്കുമ്പോഴുണ്ട്, ദൈവം ഇതിന് പ്രതിപകരം ചെയ്യുന്ന ഒരു ദിവസമുണ്ട്, ഇവനെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന ഒരു ദിവസമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുനീരോടെ ദാവീദ് മുൻപോട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോഴാണ് എല്ലാം തകർന്നു, എല്ലാം നഷ്ടപ്പെട്ടു. കിരീടം നഷ്ടപ്പെട്ടു, കൊട്ടാരം നഷ്ടപ്പെട്ടു, ചെങ്കോൽ നഷ്ടപ്പെട്ടു. ഇന്ന് വാർദ്ധക്യത്തിൽ ഒന്നുമില്ലാത്തവനായി, താൻ സ്നേഹിച്ച അനേകരെ ഉപേക്ഷിച്ചവരായി, പടയാളികൾ സൈന്യത്തിൻ്റെ ഒരു വലിയ ഭാഗം അബ്ശാലോമിനോട് ചേർന്ന അവസ്ഥയിൽ വിശ്വസ്തരായ ഒരു കൊച്ചുകൂട്ടവുമായിട്ട് ദാവീദ് ഓടുന്നത്. അപ്പോൾ ജാർച്ചി എന്ന് പറയുന്ന അതേ ദൈവത്തിൻ്റെ ശ്രേഷ്ഠനായ ദാസനാണ്, വേദശാസ്ത്ര പണ്ഡിതനാണ്. അദ്ദേഹം പറയുകയാണ്, അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ദാവീദിനോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രബോധിപ്പിച്ച കാര്യമാണ് ദാവീദ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് പറയുന്നത്. എന്താ പറയുന്നത്? നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. അവൻ നിന്നെ പുലർത്തും. അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങി പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. It is in this circumstance that the Holy Spirit spoke to David. That's what Jackie, the great Bible scholar and saint of God, writes. The Holy Spirit has spoken to David. Cast your burdens upon Jehovah. So these are all big burdens. You can't bear it. These are all mighty burdens. You cannot go forward with this. It's too much for you to carry. So the Holy Spirit tells you, put these burdens on Jehovah, your Lord, whom you have trusted, who has brought you this far, and He will lead you. He will never allow you to be shaken. ഈ സാഹചര്യത്തിലാണ് എല്ലാം നഷ്ടപ്പെട്ട് തൻ്റെ ഓമന പുത്രൻ തൻ്റെ ജീവനെടുക്കുവാൻ പാഞ്ഞു വരുമ്പോൾ
നിസ്സഹായനായി വാർദ്ധക്യത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവനായിട്ട് കൊട്ടാരം വിട്ടോടിപ്പോകുമ്പോൾ, മരണഭീതി ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ, ഭയം കൊണ്ട് വിറയ്ക്കുന്ന അവസ്ഥയിൽ, പരിഭ്രമം കൊണ്ട് മൂടിയിരിക്കുമ്പോൾ ദൈവത്തോട് നിലവിളിക്കാണ്, ദൈവമേ ചെവി ചായ്ക്കണമേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങനെ ദാവീദ് ഈ പ്രാർത്ഥിക്കുകയാണ്. 55-ാം സങ്കീർത്തനം നാം വായിക്കുമ്പോൾ അതിൻ്റെ 16-ഉം 17-ഉം വാക്യങ്ങളിൽ കാണുവാനായിട്ട് കഴിയും. ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും. അതെ, ഈ സാഹചര്യങ്ങളുടെ നടുവിൽ എല്ലാം പ്രതിബന്ധങ്ങളും എല്ലാം പ്രതികൂലങ്ങളുമായിട്ട് മുൻപോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിൽ ദാവീദ് ചെയ്യുന്നത് എന്താണ്? ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, യഹോവ എന്നെ രക്ഷിക്കും. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഈ വലിയ വിപത്തി സാഹചര്യത്തിൽ എല്ലാം നഷ്ടപ്പെട്ട മുൻപിൽ കൂരിട്ടായിരിക്കുമ്പോൾ, ഏത് സമയത്തും തൻ്റെ മേൽ ആക്രമണം ഉണ്ടാകുമെന്നുള്ള ഭയത്തിൽ ഓടുമ്പോൾ, അവിടെ ദാവീദ് ചെയ്തൊരു കാര്യമുണ്ട്. അപ്പോഴും ദൈവത്തിൽ സർവ്വതും സമർപ്പിക്കുകയാണ്. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിരാശപ്പെടുകയല്ല. ദൈവമേ, എൻ്റെ കൊട്ടാരം നഷ്ടപ്പെട്ടു പോയല്ലോ, അതെ എനിക്ക് കൊട്ടാരം വിട്ട് ഓടിപ്പോയിട്ട് വന്നല്ലോ, എനിക്ക് വാർദ്ധക്യമായല്ലോ, പഴയ പോലെ എനിക്ക് ശൗലിൻ്റെ മുൻപിൽ നിന്ന് ഓടിപ്പോകാൻ നിർവാഹമില്ലല്ലോ, ഈ അവസ്ഥയിൽ എന്നെ എന്തിനിങ്ങനെ ആക്കിയെന്ന് പരിഭവം പറയുകയല്ല. പിന്നെയോ തൻ്റെ ദൈവത്തിൽ സർവ്വതും സമർപ്പിച്ചുകൊണ്ട് ഒരു നേരം പ്രാർത്ഥനയല്ല, 2 നേരമല്ല, വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. മാത്രമല്ല, അതിൻ്റെ അടിക്ക് ഒരു വാക്യം കൂടി അവൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താ അത്? വൈകുന്നേരത്തും ഉച്ചയ്ക്കും കാലത്തും സങ്കടം ബോധിച്ചു കരയും, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. അതുകൊണ്ട് അനേകമായ ഭാരങ്ങളാൽ മുൻപോട്ട് പോകുവാൻ കഴിയാത്ത ദൈവത്തിൻ്റെ പൈതലേ, ദൈവത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വിളി കേട്ടുകൊണ്ട് ഇറങ്ങി തിരിച്ച ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഭാരങ്ങൾ അനവധിയായി പെരുകുമ്പോൾ ഭയപ്പെടേണ്ട കാര്യമില്ല. നിന്റെ പ്രാർത്ഥനകൾക്ക് മുടക്കം വരരുത്, അത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. നിന്റെ ഭാരങ്ങൾ യഹോവയിന്മേൽ വെച്ചുകൊള്ളുക. എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ യഹോവ ചാരത്തുണ്ടാവുകയുള്ളൂ. വൈകുന്നേരത്ത് ഉച്ചയ്ക്കും അതേ കാലത്ത് ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയുന്ന ഒരുവൻ്റെ അടുത്ത് ദൈവമുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. അതെ, എങ്ങനെയാ ദൈവം പ്രവർത്തിക്കുന്നത് ആർക്കും അറിഞ്ഞുകൂടാ. നീതിമാൻ കുലുങ്ങുവാൻ അവൻ ഒരിക്കലും സമ്മതിക്കുകയില്ല. സൈന്യബലത്തോടെ വിജയപേരും മുഴക്കിക്കൊണ്ട് ദാവീദിനെ കൊല്ലുവാൻ പാഞ്ഞെടുത്ത അബ്ശാലോം വരുമ്പോൾ അവൻ്റെ തലമുടി ഒരു കാട്ടുകരിവേരകത്തിൽ കുരുങ്ങി ആകാശം ഭൂമിയിലും കിടക്കുകയാണ്. അപ്പനെ കൊല്ലുവാൻ ഇറങ്ങി തിരിച്ചവനെ യോവാബും സൈന്യം അടിച്ചു കൊന്നു. എന്നിട്ട് ദാവീദ് രാജാവെന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ്. രാജ്യം പിടിച്ചടക്കി രാജാവാകുവാൻ അതേ സൈന്യത്തെ കൂട്ടിക്കൊണ്ടുവന്ന് ദാവീദിന് പിന്നാലെ ചെല്ലുകയാണ്. ദാവീദിന് വേറൊന്നും ചെയ്യാനില്ല. വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച കരച്ചുകൊണ്ട് അവൻ ഓടുകയാണ്. ദൈവത്തിന് വല്ല നിനക്ക് ഭയപ്പെടാനില്ല. നിന്നെ പിന്തുടരുന്ന ശത്രു പ്രബലനാണ്. ദൈവം ഇതൊക്കെ അനുവദിച്ചു, ഇതൊക്കെ ദൈവം അനുവദിച്ചതാണ്. ശിമയി ശപിച്ചു, ദൈവം അനുവദിച്ചതാണ്. അതാ ദാവീദ് പറയുന്നത്, ഇതൊക്കെ ദൈവത്താൽ സംഭവിച്ചതാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവയൊക്കെയും എന്നെ നശിപ്പിക്കുവാനല്ല, ഓരോ തലത്തിലേക്ക് എന്നെ ഉയർത്തുവാൻ ദൈവം തന്ന ചവിട്ടുപടികളാണെന്ന് എൻ്റെ അനുഭവങ്ങൾ കൊണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോഴും അനേക പ്രയാസങ്ങൾ, ശത്രു പ്രബലനാകുന്നതും വ്യാജം കൊണ്ട് ലോകത്തെ കീഴ്മേൽ മറിക്കുവാൻ ശ്രമിക്കുന്നതും പരിശുദ്ധനും സ്വയം പ്രഖ്യാപിക്കുന്ന അനേകമായ
പൈശാചിക കാഴ്ചകളാണ്. ഞാൻ പൈശാചി എന്നാ പറയത്തു. അതിൽ എനിക്കതിനെക്കുറിച്ച് യാതൊരു ഭാരവുമില്ല, പ്രയാസവുമില്ല. കാരണം ദാവീദിൻ്റെ ദൈവം എൻ്റെ ദൈവമാണ്. ദാവീദ് തിരിഞ്ഞ വാൾ പോലും എടുത്തില്ല. അതെ, ദാവീദിനെ പിന്തുടർന്ന് വന്ന അബ്ശാലോമിൻ്റെ മുടിക്ക് ഭയങ്കര നീളമാണ്. അത് പറന്ന് ആ മരത്തിൻ്റെ കൊമ്പിൽ ചുറ്റിക്കടിച്ച് അവൻ കീപ്പോട്ട് കഴുതി ഓടിപ്പോയി. ഇവൻ തൂങ്ങിക്കിടക്കുകയാണ് ആകാശത്തിന് മധ്യേ. ഇവന് രക്ഷപ്പെടാൻ നിവൃത്തിയില്ല. ഇത് വെട്ടിക്കളയാൻ നിവൃത്തിയില്ല. അതിദാരുണമായിട്ട് അടിച്ചു കൊല ചെയ്യപ്പെടുകയാണ്. അവൻ്റെ കൂടെ സൈന്യമെല്ലാം തിരിച്ചോടി. ദാവീദ് രാജാവായിട്ട് യെരുശലേമിലേക്ക് വീണ്ടും പ്രവേശിക്കുകയാണ്. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവനൊരിക്കലും സമ്മതിക്കുകയില്ല. നിന്നെ ഇറക്കി വിട്ടേക്കാം, നിന്നെ പുറത്താക്കുവാൻ ശത്രു ആവോളം പ്രവർത്തിച്ചേക്കാം. നീ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചെന്നൊക്കെ കള്ളമാണെന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ പുറന്തള്ളിയേക്കാം, നിന്റെ ശുശ്രൂഷയിൽ നിന്നെ പറിച്ചെറിഞ്ഞേക്കാം. പക്ഷേ ദൈവത്തിൻ്റെ പൈതലേ, നിനക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. മെറിലിൻ കാരക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ദേവദാസ് പ്രേസ് മൗണ്ടൻ, പ്രയർ മൗണ്ടൻ എന്നൊക്കെ പറഞ്ഞ വിശ്വപ്രസിദ്ധ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽപ്പെട്ട ചിലർ കൂടിയിട്ട് പുറത്താക്കി, കള്ളത്തരം പറഞ്ഞ് പുറത്താക്കി. ഒരു കേസും കൊടുക്കാതെ ഒരു കാര്യവും പറയാം അവർ ഇറങ്ങിപ്പോയി. അവർ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് വേറെ ശുശ്രൂഷ ആരംഭിച്ചു. വർഷങ്ങൾ കഴിഞ്ഞിറക്കി വിട്ടവൻ അതിദാരുണമായിട്ട് തകർക്കപ്പെടുകയാണ്, ശുശ്രൂഷ തകർക്കപ്പെടുകയാണ്. ആ ഇറക്കി വിട്ട അവസ്ഥയിലാണ് അദ്ദേഹം എഴുതിയത് പ്രേസ് മൗണ്ടൻ, പ്രയർ മൗണ്ടൻ തുടങ്ങിയ വിശ്വപ്രസിദ്ധ പുസ്തകങ്ങൾ. ദൈവം നിനക്ക് ഭയപ്പെടാനൊന്നുമില്ല. നിന്നെ ഇറക്കി വിട്ടുകൊള്ളട്ടെ, നിന്റെ സ്ഥാനങ്ങളെല്ലാം പിടിച്ചുകൊള്ളട്ടെ, പരിശുദ്ധനാണ് സ്വയം പ്രഖ്യാപിച്ചുകൊള്ളട്ടെ. ദാവീദിന്റെ ദൈവം നിന്റെ ദൈവമാണ്. അബ്ശാലോമിനെ കട്ടുകരിവേലകത്തിൽ തൂക്കിയ ദൈവം നിന്റെ ദൈവമാണ്. ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഒരു കാര്യം മാത്രം ചെയ്യണം, എന്ന് വന്നാലും പ്രാർത്ഥിക്കണം. കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയണം. പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്, നിന്റെ ഭാരങ്ങൾ എന്തെല്ലാമായിരുന്നാലും, എന്തെല്ലാം ദുഷ്പ്രവർത്തികൾ മറ്റവർ ചെയ്യുമ്പോഴും, എന്തെല്ലാം വ്യാജങ്ങൾ പ്രവർത്തിക്കുമ്പോഴും, ദൈവത്തിൻ്റെ പൈതലേ, നീ അതിനെക്കുറിച്ച് പ്രതികരിക്കുകയല്ല, മറ്റാരോടും പറയുകയല്ല. നീ അത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വെച്ചുകൊള്ളുക. കാസ്റ്റ് യുവർ ബർഡൻസ് അപ്പോൺ ഹിം. അതായത് നിന്റെ ഭാരങ്ങൾ യഹോവയുടെ മേൽ ഇട്ടുകൊള്ളുക. അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങുവാൻ അവൻ ഒരിക്കലും അനുവദിക്കുകയില്ല. ദാവീദ് യഹൂദ മരുഭൂമി വരെ വന്നെന്നുള്ളതേ ഉള്ളൂ. തിരിച്ചവൻ രാജാവായിട്ടാണ് യെരൂശലേമിൽ ചെല്ലുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. നമ്മുടെ ആത്മീയ യാത്രയിൽ ഇപ്രകാരമുള്ള അനേക സംഭവങ്ങൾ കടന്നു വരും. അവിടെയൊക്കെ അത്യുന്നതനായ ദൈവത്തിൽ സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട്, വിശ്വസിച്ചുകൊണ്ട്, നമ്മുടെ ഭാരങ്ങൾ യഹോവയുടെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട്, അവൻ്റെ ചുമലിട്ടുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്വപിതാവാം ദൈവമേ, വലിയ സമയത്തിലാണ് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രിച്ച്. നിന്റെ ഭാരങ്ങൾ യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങുവാൻ ഒരിക്കലും സമ്മതിക്കുകയില്ല എന്നരുളി ചെയ്ത കർത്താവേ, അനുദിന ജീവിതത്തിൽ പിശാച് സൃഷ്ടിക്കുന്ന അനേകമായ തടസ്സങ്ങൾ, ഭാരങ്ങൾ, വേദനകൾ, അവയൊക്കെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഇപ്പോൾ സമർപ്പിക്കുകയാണ്. നീ ഞങ്ങളെ പുലർത്തുവാൻ മതിയായ ദൈവമായിരിക്കുക. സ്തോത്രം. നിന്റെ ഭക്തന്മാർ കുലുങ്ങുവാൻ നീ ഒരിക്കലും സമ്മതിക്കുകയില്ലെന്നുള്ള വാഗ്ദത്തത്തിനായിട്ട് സ്തോത്രം. അവിടുത്തെ പൊന്നുനാമം മഹത്വപ്പെടുവാൻ ഞങ്ങളുടെ കൂടുതലായി സഹായിക്കുക, അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശു നമ്മൾ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാണമേ. പിതാവും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാരുടെ സംബന്ധവും സഹവാസവും മുഖത്ത് വരച്ച എല്ലാ വിഷയങ്ങളും ഇപ്പോഴും എന്നേക്ക് ഉണ്ടായിരിക്കുമാറാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമ മഹത്വത്തിനായി ഈ ശുശ്രൂഷ സമർപ്പിച്ചത് മാത്യൂസ് വർഗീസ് ജൂനിയർ, എൻസു വർഗീസ്, മാത്യൂസ് വർഗീസ് തേർഡ് ആൻഡ് മൈക്കിൾ വർഗീസ്, USA.